ഫ്രണ്ട്സ്, വാഹനത്തിൻ്റെ എഞ്ചിനകത്ത് വെള്ളം കയറി എന്താ സംഭവിക്കുക എന്നുള്ള ഒരു വീഡിയോ ആണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത്. എഞ്ചിനകത്തോട്ട് വെള്ളം കയറിയാൽ ആദ്യം സംഭവിക്കുന്നത് വെള്ളം ഓയിലുമായി മിക്സ് ആവും. വെള്ളവുമായി മിക്സ് ആയാൽ എഞ്ചിൻ ഓയിൽ പിന്നെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒരു കട്ടിയുള്ള രൂപത്തിലായിരിക്കും പിന്നെ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഓയിലിൻ്റെ ലൂബ്രിക്കൻ്റ് സ്വഭാവം മുഴുവനായിട്ടും നഷ്ടപ്പെടും. ഓയിലിൻ്റെ മറ്റൊരു ക്വാളിറ്റിയാണ് എഞ്ചിനകത്തുള്ള ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നത്. ഓയിലിൻ്റെ എല്ലാ ക്വാണ്ടിറ്റികളും നഷ്ടപ്പെടുമ്പോൾ എഞ്ചിനകത്ത് ചൂട് ഗണ്യമായി വർദ്ധിക്കും. അതുകൊണ്ട് തന്നെ എൻജിൻ പാർട്സിന് കാര്യമായ ലൂബ്രിക്കൻ്റ് വരാതിരിക്കുകയും എൻജിൻ പാർട്സുകൾ ഡാമേജ് ആവുകയും ചെയ്യും. നമുക്കൊരു വെള്ളം കയറിയ എഞ്ചിനകത്ത് എന്താ സംഭവിക്കുക എന്നുള്ളതാണ് നമ്മൾ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എൻജിൻ അഴിക്കാൻ പോവുകയാണ്. ഓയിൽ നോക്കി നമുക്ക് മനസ്സിലാവും അതിൻ്റെ കളറ് മാറി ഒരു വൈറ്റ് ബ്രൗൺ കളറിലായിട്ട് വന്നിട്ടുണ്ട്. ഒരു ഹാർഡ് രൂപത്തിലാണ് ഓയിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ എൻജിൻ വാഹനത്തിൽ നിന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി അതിനകത്ത് എന്താ സംഭവിക്കുക എന്നുള്ളത് നമുക്ക് ഓരോ പാർട്സുകളിൽ അഴിച്ച് നമുക്ക് നോക്കാം. വാഹനത്തിന് വെള്ളം കയറിയെന്ന് നമുക്ക് തോന്നിയാൽ ഒരിക്കലും വാഹനം സ്റ്റാർട്ട് ചെയ്ത് ഡയറക്റ്റായി ഓവർഹീറ്റ് ആയൊരു വാഹനമല്ല, ഇൻഡയറക്റ്റായി കംപ്ലൈൻ്റ് ആയിട്ട് ഗ്യാസ്കറ്റ് പോയി ഓവർഹീറ്റ് ആയൊരു വാഹനമാണ്. ഇപ്പോൾ ഡയറക്റ്റ് വാഹനത്തിൽ വെള്ളം കയറുന്നതിനെ അപേക്ഷിച്ച് ഡാമേജ് കുറവായിരിക്കും, അധികം സ്റ്റാർട്ട് ചെയ്തിട്ട് ഓടിയിട്ടില്ല. അപ്പോൾ എൻജിൻ കവർ റിമൂവ് ചെയ്തിട്ട് നമുക്ക് നോക്കാൻ പോവാണ്. അതിനകത്ത് നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഓയിൽ ഒരു ചളി പോലുള്ള രൂപത്തിലായിട്ടുണ്ട്. വാഹനം ഓവർ ഹീറ്റ് ആയതിനു ശേഷം അധികം സ്റ്റാർട്ട് ചെയ്യാത്തതുകൊണ്ട് അധികം ഓയിൽ കട്ട പിടിച്ചിട്ടില്ല. പക്ഷേ ഓയിലിൻ്റെ ഇതിലോട്ട് നോക്കുമ്പോൾ ഓയിലൊരു വൈറ്റ് രൂപത്തിലായിട്ടാണ് ഉള്ളത്. അതുപോലെ എൻജിനകത്ത് ഒരു തുരുമ്പ് രൂപത്തിൽ ചളി നിറഞ്ഞ് നിൽക്കുന്നുണ്ട്. വെള്ളത്തിൻ്റെ അംശം കയറിയത് കൊണ്ടാണ് ഇത് ചളി പോലെ വാഹനത്തിനകത്ത് എൻജിനകത്ത് നമുക്ക് കാണുന്നത്. വാഹനത്തിനകത്ത് ഓയിലില്ലാത്ത അവസ്ഥയിൽ വാഹനം ഓടിയാലും ഏകദേശം ഇതേ രൂപത്തിലായിരിക്കും. വാഹനത്തിൽ ചളി വന്ന് തുരുമ്പൊക്കെ വന്ന് അതിൻ്റെ ഇൻറ്റേർണൽ പാർട്സൊക്കെ ഡാമേജ് ആവുന്ന രൂപത്തിൽ വരും. ഇനി നമുക്ക് ടൈമിംഗ് സൈഡ് അയച്ചു നോക്കാം. ടൈമിംഗ് സൈഡിൽ എന്തൊക്കെ ഡാമേജ് സംഭവിച്ചിട്ടുണ്ടോ. അപ്പോൾ ടൈം സൈഡ് അയക്കുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം വാട്ടർ പമ്പ് അയച്ചിട്ട് ചെക്ക് ചെയ്യണം. വാഹനത്തിൻ്റെ എഞ്ചിനകത്തോട്ട് കൂളൻ്റ് സപ്ലൈ ചെയ്യുന്നത് വാട്ടർ പമ്പ് വഴിയാണ്. ബെൽറ്റ് വഴിയാണ് വാട്ടർ പമ്പിന് ഡ്രൈവ് കൊടുക്കുന്നത്. അപ്പോൾ അതിനകത്തോട്ട് ഓയിൽ മിക്സ് ആയിട്ടുണ്ടോയെന്ന് നമ്മളൊന്ന് അടിച്ച് ചെക്ക് ചെയ്യാം. അപ്പോൾ വാട്ടർ പമ്പിനകത്ത് ഓയിലിൻ്റെ അംശമൊന്നും കാണാനില്ല. എൻജിൻ ഓയിലോട്ട് വെള്ളം മിക്സ് ആയതാണ്. അപ്പോൾ നമുക്ക് ടൈമിംഗ് കവർ അയച്ചു നോക്കാം.
അതുപോലെ ഒരു ടൈമിംഗ് സൈഡും. ഓയിലിൽ വല്ല മിസ്അണ്ടർസ്റ്റാൻഡിങ് വരികയാണെങ്കിൽ വലിയ ഡാമേജ് സംഭവിക്കാവുന്ന ഒരു ഭാഗമാണ് ടൈമിംഗ് സൈഡ്. വാഹനം സ്റ്റാർട്ട് ചെയ്യാത്തതുകൊണ്ട് അധികം ഡാമേജസ് അതൊന്നും കാണാനില്ല. ഒന്ന് ക്ലീൻ ചെയ്താൽ റെഡിയാക്കി എടുക്കാവുന്ന കാര്യങ്ങളെ ഇപ്പോൾ ടൈമിംഗ് സൈഡിൽ നമുക്ക് കാണാൻ കഴിയും. അടുത്തതായിട്ട് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് എൻജിൻ ബ്ലോക്ക് എന്തെങ്കിലും ഡാമേജ് സംഭവിച്ചിട്ടുണ്ടോ എന്നാണ്. അപ്പോൾ നമ്മൾ എൻജിൻ ഹെഡ് റിമൂവ് ചെയ്യാണ്. അതിനുശേഷം നമുക്ക് എൻജിൻ ബ്ലോക്കിൽ എന്താ സംഭവിച്ചിട്ടുണ്ടെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ എൻജിൻ ബ്ലോക്കിനകത്ത് വെള്ളം കയറിയിട്ടുണ്ടോ നോക്കണം. എൻജിൻ ബ്ലോക്കിനകത്ത് കാര്യമായ കംപ്ലൈൻ്റ് ഒന്നുമില്ല. ഗ്യാസ്കറ്റ് കംപ്ലൈൻ്റ് ആയാലാണ് എൻജിൻ ബ്ലോക്കിനകത്ത് വെള്ളം കയറാൻ സാധ്യത ഏറ്റവും കൂടുതൽ. ഗ്യാസ്കറ്റ് അകത്ത് ഡാമേജ് ഒന്നും കാണാനില്ല. ഓവർ ഹീറ്റായി അധികം ഓടുമ്പോഴാണ് ഹീറ്റ് കൂടുതലായിട്ട് എൻജിൻ ഗ്യാസ്കറ്റും മറ്റും ഡാമേജ് സംഭവിക്കാൻ ചാൻസ് കൂടുതൽ. വാഹനം ഓവർ ഹീറ്റായി അധികം ഓടാത്തത് കൊണ്ട് സിലിണ്ടറിനകത്തൊന്നും വെള്ളത്തിൻ്റെ അംശം കാര്യമായിട്ട് കാണാനില്ല. അതുപോലെ കണ്ടക്ടറിനോടും ഡാമേജ് ആയിട്ടൊന്നും കാണാനില്ല. വാഹനത്തിൻ്റെ ഗ്യാസ്കറ്റ് മാറ്റി ഹെഡ് ഫേസ് ചെയ്ത് നമുക്ക് ക്ലീൻ ചെയ്ത് കയറ്റാവുന്ന രൂപത്തിലാണ് വാഹനത്തിൻ്റെ എൻജിന് നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയുന്നത്. പിസ്റ്റൻ്റെ താഴെയായിട്ട് സംഭവ ബ്ലോക്കിൽ വരുന്ന ഓയിലാണ് നമ്മൾ ക്ലീൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാം ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്ത വാഹനത്തിന് വേറെ കാര്യമായ ഒരു ഡാമേജ് ഒന്നും എഞ്ചിനകത്തോട്ട് കാണാൻ കഴിയും. താങ്ക് യു.